കഥ തുടരുന്നു. അവൾ അച്ഛൻ്റെ നമ്പറിൽ വിളിച്ചു. അച്ഛാ, ബാലു ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. അച്ഛൻ സംശയിക്കും പോലെ മോൾ ബാലുവിൻ്റെ കസ്റ്റഡിയിലൊന്നുമല്ല. എനിക്കറിയാമല്ലോ ബാലുവിനെ. അങ്ങനെ നാടകം കളിക്കുന്ന തരമൊന്നുമല്ല അദ്ദേഹം. അച്ഛൻ തന്ന നമ്പറുകളെല്ലാം വിളിച്ച് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു. എന്നിട്ട് ഇതുവരെ മോളെക്കുറിച്ച് ഒരു വിവരവുമില്ല. 4 മണിക്ക് അവൾ ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയതാണ്. കുട്ടി മിസ്സായി എന്ന് ഹോസ്റ്റലിലുള്ളവർ അറിയുന്നത് തന്നെ 6 മണി കഴിഞ്ഞാണ്. അപ്പോഴും അവർ സംശയിച്ചത് മോളെ ബാലു കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുമെന്നാണ്. ഇത് നിൻ്റെയും ഭർത്താവിൻ്റെയും സ്പെഷ്യൽ സിറ്റുവേഷനിൽ സംഭവിച്ച പിഴവാണ് കുട്ടി. ഈ സമയത്ത് അച്ഛൻ ഞങ്ങളെ ബ്ലെയിം ചെയ്യരുത്. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല. ബ്ലെയിം ചെയ്യുമല്ല, ഇത്രയും അകലെ ഇരുന്ന് എനിക്ക് ചെയ്യാവുന്നതിന് ഒരു പരിധിയില്ലേ. ഞാൻ എല്ലാവരെയും ഒന്നുകൂടി വിളിക്കാം. എന്നിട്ട് നിൻ്റെ അമ്മയെയും കൂട്ടി രാത്രി തന്നെ അങ്ങോട്ട് പുറപ്പെടുകയാണ്. നീ ധൈര്യമായിരിക്കേ. അപ്പൂനെയും കൂട്ടി ഞാൻ ടൗൺ മുഴുവനും ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ബാലുവിൻ്റെ വിചാരം ഞാൻ അവളെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നാണ്. അച്ഛന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണേ. എൻ്റെ മോള്, എൻ്റെ തങ്കക്കുടം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വല്ല ഗ്യാങ്ങിൻ്റെയും കയ്യിൽ ചെന്ന് പെട്ടോന്നാ ഇപ്പോൾ എൻ്റെ ഭയം. കരഞ്ഞുകൊണ്ട് ഉമ കോൾ കട്ടാക്കി. അപ്പൂനെയും വെപ്പുകാരി മീനുവരെയും കൂട്ടി അപ്പോൾ തന്നെ ഉമ കാറിൽ വീടിൻ്റെ ഗേറ്റ് കടന്നു. ആദ്യം സ്കൂളും പരിസരവും ചുറ്റിക്കറങ്ങി. പിന്നെ ഹോസ്റ്റലിലെത്തി. വസ്തുകുമാരി ടീച്ചറിന് സ്വയം പഴിക്കാനും കരയാനുമല്ലാതെ പുതുതായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എനിക്ക് ആ പത്രപ്രവർത്തകയെ, അധ്യാപികയെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ? ടീച്ചർ സമ്മതിച്ചു. മുറിയിൽ കിടന്ന് കരയുകയായിരുന്ന സ്വാതി കുർത്തയുടെ തുമ്പുയർത്തി കണ്ണു തുറച്ചുകൊണ്ടാണ് ഉമ്മയുടെ മുന്നിലെത്തിയത്. എൻ്റെ മോളുടെ കാര്യത്തിൽ പ്രത്യേകം താല്പര്യമുണ്ടായിരുന്ന സ്വാതി അവൾ ഹോസ്റ്റലിലെത്താൻ വൈകിയപ്പോൾ അന്വേഷിക്കാഞ്ഞതെന്താ? ഞാനൊരു പ്രസ് മീറ്റിലായിരുന്നു ഡോക്ടർ. 7-ന് ഇവിടെ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. ഡോക്ടറെ ചാർജ് ചെയ്യാനായി ഹസ്ബൻഡ് കുട്ടിയെ മാറ്റിയിരിക്കുമോയെന്നാണ് ആദ്യം സംശയിച്ചത്. രാത്രി മോളെ കാണാൻ ഡോക്ടർ ഇവിടെ എത്തിയതൊക്കെ വസ്തുകുമാരി ടീച്ചറിൽ നിന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. ആളെ പ്രൊവോക്ക് ചെയ്യാൻ അതൊരു കാരണമാണല്ലോ. നോ, കൈയുയർത്തി തടഞ്ഞു ഉമ്മ. അങ്ങനെ സംശയിച്ചാൽ ആ പ്രതീക്ഷയിൽ പോലീസും ഉദാസീനരാകും. ബാലു എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കില്ല. എനിക്കത് മുമ്പേ അറിയാം. കുട്ടികളെ തട്ടി കൊണ്ടുപോകുന്ന ഏതോ സംഘത്തിൽ എൻ്റെ കുട്ടി അകപ്പെട്ടിരിക്കുന്നു. പോലീസ് വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പത്രങ്ങളുടെ സ്വാധിക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയും. നാളെ പുലർച്ചെ ഇറങ്ങുന്ന എല്ലാ ദിനപത്രങ്ങളിലും എൻ്റെ മകളുടെ ചിത്രങ്ങൾ വരണം. അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ താൻ ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായും ഡോക്ടർ. നാളത്തെ മുഴുവൻ ദിനപത്രങ്ങളുടെയും മുഖപേജിൽ ബാവയുടെ ചിത്രമുണ്ടാവും. നമുക്ക് നമ്മുടെ മോളെ കണ്ടുപിടിക്കാൻ കഴിയും. താങ്ക് യു സ്വാതി. ഞാൻ ഇറങ്ങുക. പടികളിറങ്ങി താഴെ എത്തിയപ്പോൾ അപ്പു പെട്ടെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മുനെ ഇതുവരെയും കണ്ടുകിട്ടിയില്ല അമ്മേ. എനിക്ക് പേടി തോന്നുക. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരുടെ കയ്യിലാണ് അകപ്പെട്ടതെങ്കിൽ അമ്മൂട്ടിയെ അവർ ഉപദ്രവിക്കില്ലേ അമ്മേ? ഉപദ്രവിക്കും. ഉമ്മ കരച്ചിലമർത്തി. ദുഷ്ടന്മാർ അങ്ങനെയാണല്ലോ. അവർക്ക് മനസ്സും മനസാക്ഷിയൊന്നും ഉണ്ടാവില്ല. 2 കാലുള്ള മൃഗങ്ങൾ മാത്രമേ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകൂ. എനിക്ക് പേടിയാവുന്ന അമ്മേ. അച്ഛനെ കാണണമെന്ന് തോന്നുക. അമ്മ അച്ഛനെ വിളിക്കാം. ബാഗിൽ നിന്ന് ഫോണെടുത്ത് ഉമ്മ ബാലുവിൻ്റെ നമ്പർ അമർത്തി. റിങ് അവസാനിച്ചതല്ലാതെ കോൾ എടുക്കപ്പെട്ടില്ല. വണ്ടി ഓടിക്കുകയാവും അതെടുക്കാത്തത്. ചിലപ്പം തിരിച്ചു വിളിക്കും, ഇല്ലെങ്കിൽ അമ്മ വീണ്ടും വിളിക്കാം. മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ കാറിനരികിലെത്തി. പിൻസീറ്റിൽ കൂപ്പ് കൈകളോടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്ന മീനു തിടുക്കത്തിൽ ഡോർ തുറന്ന് ഉമ്മയോട് തിരക്കി. നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ ഡോക്ടറെ? ഇല്ല. ഉമ്മയുടെ ചുണ്ടു വിതുമ്പി. നമുക്ക് ടൗൺ പോലീസ് സ്റ്റേഷനിലൊന്ന് പോവാം. പോകും വഴിയിൽ ഒരു സ്ലം ഏരിയയുണ്ട്. അവിടെ പിച്ചക്കാരുടെ താവളമാണ്. അത്തരക്കാരെങ്ങാനാണ് കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നതെങ്കിലോ? അയ്യോ, മീനു കരഞ്ഞു. അവിടെയൊക്കെ നമ്മൾ 2 പെണ്ണുങ്ങളും ഈ ഇത്തിരി പോന്ന കൊച്ചും കൂടി ചെന്ന് തപ്പിയാലോ? അക്രമികളാ. നമ്മളെയും അവർ ഉപദ്രവിക്കും. നമുക്ക് പോലീസിനെ ആ ജോലി ഏൽപ്പിക്കാം ഡോക്ടറെ. പോലീസ് ഇതൊക്കെ ജോലിയായേ ചെയ്യും മീനു. ഒരു പെറ്റമ്മയുടെ നെഞ്ചിലെ തീ പോലീസുകാർക്കുണ്ടാവുമോ? പിച്ചക്കാരെ കണ്ടാൽ അമ്മു അടുത്തു പോലും പോവില്ല അമ്മേ, അപ്പു പറഞ്ഞു. അവരെ കണ്ടാൽ അവൾ കരഞ്ഞോണ്ട് ഓടും. കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നവരുടെ കെണികളിലും അവൾ ചെന്ന് ചാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 9 വയസ്സേ ഉള്ളുവെങ്കിലും കാഞ്ഞ ബുദ്ധിയാ. നല്ല പരിചയമില്ലാത്തവരോട് മിണ്ടില്ല. എന്തു കൊടുത്താലും വാങ്ങുകയുമില്ല. സബ് ഏരിയയിൽ പക്ഷേ അന്ന് പിച്ചക്കാരേ ഉണ്ടായിരുന്നില്ല. ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവരെല്ലാം അവിടെ ലോക്കപ്പിലുണ്ടായിരുന്നു. ഇവരാരും ഡോക്ടർ മോളെ കണ്ടിട്ടേയില്ല, എസ് ഐ പറഞ്ഞു. ഈ ടൗൺ മൊത്തം ഞങ്ങൾ അരിച്ചു പെറുക്കി. പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ടേബിളിലെ ഫോൺ ശബ്ദിച്ചത്. കൈനീട്ടി ഇൻസ്പെക്ടർ ഫോൺ എടുത്തു. ഹലോ. ഒരു നിമിഷം കൊണ്ട് ആ മുഖം മാറി. സ്വരത്തിൽ ഉദ്വേഗം നിറഞ്ഞു. എവിടെ? നോർത്ത് ഹൈവേയിലോ? ഡോക്ടർ ബാലഗോപാലിൻ്റെ വണ്ടി തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? ഡോക്ടർ ബാലഗോപാൽ എന്ന് കേട്ടത് ഉമ ഒന്ന് വിറച്ചു. അപ്പോഴേക്കും റിസീവർ വെച്ചിട്ട് എസ് ഐ ഉമയുടെ നേർക്ക് തിരിഞ്ഞു. ഹൈവേയിൽ ഒരു ആക്സിഡൻറ്റ്. ഡോക്ടർ ബാലഗോപാലിൻ്റെ വണ്ടി ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചിരിക്കുന്നു. കാർ നിശേഷം തകർന്നു എന്നാണ് പറഞ്ഞത്. അകത്തുണ്ടായിരുന്ന ആളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അപ്പു ഉറക്കെ കരഞ്ഞിട്ടും കണ്ണും വീഴ്ചിരുന്ന ഉമ അനങ്ങിയില്ല.
ഹൈവേയുടെ അരികിലുള്ള ഗുഡ് സമരിറ്റിലായിരുന്നു ഡോക്ടർ ബാലഗോപാലിനെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അവിടെ വരെ സ്വയം ഡ്രൈവ് ചെയ്യാനുള്ള മനോനിലയില്ലാതെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കാർ ഏൽപ്പിച്ച് SIയുടെ ചുമതലയിൽ ഒരു വാടക വണ്ടി വരുത്തിയാണ് മകനെയും ഹൗസ് മെയ്ഡിനെയും കൊണ്ട് ഉമ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടത്. അവളുടെ ഇരുപുറവും ഇരുന്ന് അപ്പവും മീനുവും നിർത്താതെ കരയുകയായിരുന്നു. ഉമയ്ക്ക് പക്ഷേ കരയാൻ പോയിട്ട് ശ്വാസം അയക്കാൻ പോലുമുള്ള ശക്തിയില്ലായിരുന്നു. ജീവിക്കുമെന്ന ആശ പോലും തീർത്തും മരവിപ്പിലായി കഴിഞ്ഞിരുന്നു അവൾ. സമരിറ്റയിലെത്തിയതും ഡോക്ടർ സുഹൃത്തുക്കളും ഹോസ്പിറ്റലും ബോവസച്ചനും അരികിലെത്തി ഉമയെ ആശ്വസിപ്പിച്ചു. ഹോസ്പിറ്റലിലെത്തിയ ഉടൻ തന്നെ ബാലുവിലൊരു സർജറിയും കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തണേ കരഞ്ഞുകൊണ്ട് അവൾ എല്ലാവരെയും യാചിച്ചു. വെന്റിലേറ്ററിൽ 12 മണിക്കൂർ സമയം കഴിഞ്ഞതും സുഹൃത്തായ ഡോക്ടർ ശ്യാംകുമാർ ഉമയോട് പറഞ്ഞു, ജീവൻ രക്ഷപ്പെട്ടേക്കും, പക്ഷേ ഡീപ്പ് ഹെഡ് ഇഞ്ചുറിയാണ്. എത്ര സമയം കൊണ്ട് ബാലുവിന് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് പറയാനാവില്ല. ഉമ മനസംയമനം പാലിക്കേണ്ട ഘട്ടമാണിത്. കാണാതായ മകളെക്കുറിച്ച് വിവരം വല്ലതും? അപ്പോൾ മാത്രമാണ് അവൾക്ക് അമ്മുവിൻ്റെ ഓർമ്മ വന്നത്. ബാലുവിൻ്റെ ആക്സിഡൻ്റ് അറിഞ്ഞ ശേഷം പോലീസിൽ വിളിക്കാൻ എനിക്കായില്ല. ഈ 2 വിവരം പറഞ്ഞിട്ടും ഉമയുടെ അച്ഛനും അമ്മയും എത്തിയില്ലേ? മോളുടെ വിവരമേ ഞാൻ അങ്ങോട്ട് അറിയിച്ചിട്ടുള്ളൂ. രാത്രി അച്ഛനും അമ്മയും പുറപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ രാവിലെ തന്നെ അവർ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ മണി 12 കഴിഞ്ഞില്ലേ? അവരെന്താണ് ഇങ്ങോട്ട് വരാത്തത്? ഉമ ഇവിടെയാണെന്ന് അറിയിച്ചിട്ടില്ലേ? ഉമ മുഖം കുനിച്ചു. ഉമയുടെ ഫോൺ എവിടെ? ഡോക്ടർ ശ്യാംകുമാർ തിരക്കി. അച്ഛനും അമ്മയും ഒരുപക്ഷെ വിളിച്ചിട്ടുണ്ടാവുമോ? പോലീസ് സ്റ്റേഷനിൽ എത്തും വരെ സെൽഫോൺ എൻ്റെ കൈവശമുണ്ടായിരുന്നു. തിരികെ SI ഏർപ്പാട് ചെയ്തു തന്ന വണ്ടിയിൽ പോന്നെ. സ്റ്റേഷനിൽ മറന്നു വെച്ചതാണോ ഇവിടേക്ക് പോന്ന വണ്ടിയിൽ വെച്ച് നഷ്ടപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. ബാലുവിൻ്റെ ആക്സിഡൻ്റ് അറിഞ്ഞതോടെ ഞാൻ അബോധാവസ്ഥയിലായി. എൻ്റെ കുട്ടിയെപ്പോലും ഞാൻ മറന്നു. അവളെ ആംഗിളടിച്ച് കരഞ്ഞു. ഇതൊക്കെ സ്വാഭാവികമാണ് ഡോക്ടർ ഉമ. സാരമില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് മോളുടെ വിവരം ഞാൻ തിരക്കി അറിഞ്ഞു പറയാം. ഉമയുടെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ടോയെന്നും ഞാൻ അന്വേഷിക്കാം. ഈ സമയത്ത് ഉമ തീർത്തും ഒറ്റയ്ക്കായി പോയില്ലെന്നോ ഓർത്താ എനിക്ക് വിഷമം. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു ഡോക്ടർ. ഡോക്ടർ അബേക്കയും സൈമണറ്റുമൊക്കെ 1 മണിക്കൂർ മുമ്പ് വരെ എൻ്റെയും മോൻ്റെയും ഒപ്പമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹൗസ് മെയ്ഡിനെ വീട്ടിലെത്തിക്കാനാണ് അവർ പോയത്. എൻ്റെ അച്ഛനും അമ്മയും വന്നാൽ വീട്ടിൽ ആരെങ്കിലും ഇല്ലാതെ പറ്റില്ലല്ലോ. ആകട്ടെ, ഉമ ആഹാരം വല്ലതും കഴിച്ചോ? മറുപടി പറഞ്ഞില്ല ഉമ. എനിക്കറിയാം, ശ്യാംകുമാർ തലയാട്ടി. മോൾ മിസ്സായതറിഞ്ഞപ്പോൾ തൊട്ട് ഉമ ജലപാനം ചെയ്തിട്ടുണ്ടാവില്ല. മോനോ? അയാൾ ഉമയുടെ മുറിയിലേക്ക് എത്തി നോക്കി. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് റൂമിലെ കിടക്കയിൽ ചുരുണ്ടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പു. ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മോനും ശാഠ്യമായി. നിർബന്ധിക്കാൻ എനിക്കുമായില്ല. ഏതായാലും നിങ്ങൾക്ക് 2 പേർക്കുമുള്ള ആഹാരം 10 മിനിറ്റിനുള്ളിൽ എൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് എത്തിക്കാം. വേണ്ട ഡോക്ടർ, എൻ്റെ കുട്ടിയെക്കുറിച്ച് അറിയാതെ. അവൾ വീണ്ടും കരച്ചിലെത്തി. കുട്ടിയെക്കുറിച്ച് എത്രയും വേഗം അറിയാനാവുമോ? അവൾ തിരിച്ചു വരും. അവളെ നമുക്ക് തിരിച്ചു കിട്ടും. എന്നുവെച്ച് അതുവരെ ഉമയും മോനും പട്ടിണി കിടന്നാലോ? മോൾ വരുമ്പോഴേക്കും അമ്മയും ഏട്ടനും ഡെത്ത് ബെഡിലാവില്ലേ? എന്നെ മനസ്സിലാക്കണം ഡോക്ടർ, ഉമ യാചിച്ചു. ഈ സമയത്ത്? യെസ്, ഞാൻ വരാം. തലയാട്ടിയിട്ട് ഡോക്ടർ ശ്യാംകുമാർ തിരിഞ്ഞു നടന്നു. 10 മിനിറ്റ് കഴിഞ്ഞില്ല. ഉമയുടെ അച്ഛനും അമ്മയും മുറിയുടെ വാതിൽക്കലെത്തി. മോളെ. മഹേശ്വരി തിരുമുൽപ്പാട് നടന്നെടുത്തു മകളെ കെട്ടിപ്പിടിച്ചു. 3 വർഷങ്ങൾ കഴിഞ്ഞുള്ള സമാഗമമായിരുന്നു അത്. അന്നേ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതാ മോളെ, നിൻ്റെ ഒപ്പം നിർത്തണമെന്ന്. കുട്ടിയല്ലേ അവൾ. പെൺകുഞ്ഞുങ്ങൾക്ക് അച്ഛനേക്കാൾ ആവശ്യം അമ്മയെയാ. കണ്ണും കരളുമില്ലാത്ത നിയമങ്ങൾക്കൊഴികെ മനസ്സുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നൊരു സത്യമാ അത്. എന്നിട്ടും എൻ്റെ മകൾ എന്നെ അനുസരിച്ചില്ല. ഞാൻ പറഞ്ഞത് ചെവിക്കൊണ്ടില്ല. മൂത്തവർ ചൊല്ലും മുതിർന്നെല്ലിക്കയും മുമ്പേ കായ്ക്കും പിന്നെ മധുരിക്കും എന്ന ചൊല്ലിപ്പോൾ നിനക്ക് ബോധ്യമായില്ലേ? ഉമ്മയുടെ മുഖം ഇരുണ്ടു. അമ്മയുടെ ആലിംഗനത്തിൽ നിന്ന് അവൾ മെല്ലെ വഴുതി മാറി. അതുകണ്ട് ദേവനാരായണ തിരുമുൽപ്പാട് ഭാര്യയോട് പറഞ്ഞു, എന്തിനേ മഹേശ്വരി പഴയ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുന്നത്? അതിനുള്ള സമയമാണോ ഇത്? മോളെ സാന്ത്വനിപ്പിക്കാനല്ലേ നമ്മൾ വന്നത്. ഇനിയിപ്പോൾ സാന്ത്വനിപ്പിച്ചിട്ട് എന്താ ഒരു പ്രയോജനം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ? ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യണം, പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഉമ അമ്മയെ നോക്കി. എനിക്ക് പശ്ചാത്താപമില്ല അമ്മേ. ഇത് തന്നെയാ ഉമ അഹങ്കാരം. അഹങ്കാരം എളുപ്പം നാശത്തിലേക്ക് എത്തൂ. നിനക്കത് കുറിച്ചൊന്നുമല്ല താനും. മഹേശ്വരി. വീണ്ടും തിരുമുൽപ്പാട് ഭാര്യയ്ക്കും മകൾക്കും മധ്യ കയറി. നമ്മൾ ഇതിനല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഞാൻ നിർത്തി. ഇനി ഒരക്ഷരം മിണ്ടില്ല. മഹേശ്വരി മുഖം തിരിച്ചു. അച്ഛാ. ഉമ അച്ഛൻ്റെ നേർക്ക് തിരിഞ്ഞു. പോലീസിൽ വിളിച്ചിരുന്നു അച്ഛൻ. മോളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം? തിരുമുൽപ്പാടിൻ്റെ മുഖം കുനിഞ്ഞു. എന്താ ഞാൻ പറയാ കുട്ടി? അന്വേഷിച്ചുകൊണ്ടിരിക്കണോ എന്ന ഒരു വാചകമേ പലക്കുറി വിളിച്ചപ്പോഴും അവർക്ക് പറയാനുള്ളൂ. പാകതയും ബുദ്ധിയുമുള്ള കുട്ടിയായതുകൊണ്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും ഊഹിക്കാനും കഴിയുന്നില്ല. വിചിത്രമായൊരു തിരോധാനമായ എല്ലാവരും ഇതിനെ കാണുന്നത്. സ്കൂൾ വിട്ടിറങ്ങിയ കുട്ടി തൊട്ടരികിലുള്ള ഹോസ്റ്റലിൽ എത്തും മുമ്പ് പട്ടാപ്പകൽ എവിടേക്ക് മാഞ്ഞു? പണ്ട് ബർമുഡ ട്രയാങ്കിൾ എന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ചുഴലിയിൽപ്പെട്ടെന്നോണം ആളുകളും നൗകകളും
കപ്പലുകളുമെല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമാവുക. ബർമുഡ ട്രയാങ്കിളൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലല്ലോ. മഹേശ്വരി പിന്നെയും ഇടപെട്ടു. പിന്നെന്തിനെ പുരാവൃത്തങ്ങളൊക്കെ വലിച്ചിരുന്നത്? ഇല്ല, ഞാനത് വിട്ടു. തിരുമൽപ്പാട് ഒഴിഞ്ഞു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എനിക്ക് നഷ്ടപ്പെട്ടു വച്ചാ, ഉമ്മ പറഞ്ഞു. മറ്റ് ഫോണുകൾ വീട്ടിലുമാ. അച്ഛൻ്റെ ഫോണൊന്നും തരുമോ? എനിക്കൊരാളെ വിളിക്കാനാ. ആരെയെ കുട്ടി? മോൾ താമസിച്ചിരുന്ന സ്കൂൾ ഹോസ്റ്റലിലെ വാർഡനെ. തിരുമൽപ്പാട് തൻ്റെ ഫോണെടുത്ത് മോൾക്ക് നീട്ടി. മനപ്പാടമാക്കാൻ എളുപ്പമുള്ളൊരു ലാൻഡ് നമ്പറായിരുന്നു ഹോസ്റ്റലിലേത്. എങ്കിലും 2 വട്ടം ഫോൾഡിങ് ചെയ്ത് പോയപ്പോഴാണ് വസന്തകുമാരി ഫോൺ എടുത്തത്. അയ്യോ, ഡോക്ടറായിരുന്നോ? ഞാൻ മെസ്സിലായിരുന്നു. അതാ ഫോൺ എടുക്കാൻ കഴിയാഞ്ഞത്. വിവരങ്ങളൊക്കെ അറിഞ്ഞു ഡോക്ടർ. കുഞ്ഞുമേൽ കുരുപോലെയാണല്ലോ അവരിന്ന് സംഭവിക്കുന്നത്. ബാലഗോപാൽ ഡോക്ടറുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഞാൻ മോളുടെ വിവരം വല്ലതും അറിഞ്ഞോന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഒന്നും അറിഞ്ഞില്ല ഡോക്ടർ. സ്വാതി പക്ഷേ സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിച്ചു. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും മോളുടെ പടവും റിപ്പോർട്ടും ഉണ്ട്. വായിക്കുന്നവരുടെ കണ്ണ് നനയിക്കും. ഏതായാലും അതിനൊരു ഫലമുണ്ടാവുമെന്ന എൻ്റെ പ്രതീക്ഷ. പക്ഷേ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിലപേശുന്നവരുടെ കയ്യിലെങ്ങാനാണ് അവൾ അകപ്പെട്ടതെങ്കിൽ? അപ്പോഴാണ് ഡോക്ടർ ഈ വാർത്തകൾ സഹായമാവുക. പത്രങ്ങളിൽ മാത്രമല്ല, ടെലിവിഷനിലും കമ്പ്യൂട്ടറിലെ നെറ്റിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കുട്ടിയുടെ തിരോധാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാതി. കഴിഞ്ഞ രാത്രി അവൾ ഉറങ്ങിയിട്ടില്ല. പോലീസിനേക്കാൾ ബുദ്ധിപൂർവ്വമാണ് സ്വാതിയുടെ അന്വേഷണം. ഇന്ന് ഞങ്ങൾ ഭാവിയുടെ സ്കൂളിൽ പോയി എല്ലാ കുട്ടികളെയും അധ്യാപകരെയും കണ്ട് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഡോക്ടർ സമാധാനമായിരിക്കണം. ഒരാഴ്ചക്കുള്ളിൽ മോൾ എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്താനാവും. ഒരാഴ്ച എനിക്ക് എങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റും ടീച്ചർ? എന്തെങ്കിലും ദുഷ്ടന്മാരുടെ കയ്യിലാണ് അവൾ അകപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവരെൻ്റെ കുട്ടിയെ ഉപദ്രവിക്കില്ലേ? ഭയം കൊണ്ട് എൻ്റെ മോളുടെ സമനില തെറ്റിപ്പോവില്ലേ? ഇക്കാര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയും ഡോക്ടർ. ഏതായാലും സ്കൂളിലെ അന്വേഷണത്തിന് ശേഷം ഞാൻ ഡോക്ടറെ വിളിക്കാം. ആശാവഹമായ ഒരു മറുപടി ഡോക്ടർക്ക് തരാൻ പറ്റുമെന്ന എൻ്റെ പ്രതീക്ഷ, പറഞ്ഞിട്ട് വസന്തകുമാരി ഫോൺ വെച്ചു. ഉച്ച കഴിഞ്ഞ് വസന്തകുമാരി ടീച്ചറും സ്വാതിയും കൂടി സ്കൂളിലെത്തി. ഭാവയാമിയുടെ കൂട്ടുകാരുമായും അധ്യാപകരുമായും വിശദമായി സംസാരിച്ചു. കുട്ടിയുടെ തിരോധാനത്തിലേക്ക് വഴി ചൂണ്ടുന്ന ഒന്നും ഒരുത്തൽ നിന്നും കിട്ടിയില്ല. സന്ധ്യയ്ക്ക് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയപ്പോൾ തഞ്ചാവൂർ വൈദ്യനാഥ ഭാഗവരുടെ പാട്ട് ക്ലാസ്സിലെ മുതിർന്ന കുട്ടിയായ ഹരിത വാർഡൻ്റെ മുറിയിലെത്തി. ഇനി എന്നു മുതലാണ് ടീച്ചർ പാട്ടപ്പൂപ്പൻ ക്ലാസ്സിൽ വരിക? അപ്പോഴാണ് പാട്ടപ്പൂപ്പൻ എന്ന കഥാപാത്രം വസന്തകുമാരിയുടെ ഓർമ്മയിലെത്തിയത്. ഒരാഴ്ചയായി ഹോസ്റ്റലിലെ പാട്ട് ക്ലാസ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. വൈദ്യനാഥ സ്വാമിയുടെ മകൻ അഡ്വക്കേറ്റ് വെങ്കട്ടരമണനും കുടുംബവും 10 വർഷങ്ങൾക്ക് മുമ്പ് മൃതിയടഞ്ഞ അമ്മയുടെ ശ്രാദ്ധ അടിയന്തരം പ്രമാണിച്ച് രാമശുരത്തിന് പോവുകയാണ്. പഴനിയും മധുരയുമൊക്കെ ചുറ്റി ഒരാഴ്ച കഴിഞ്ഞ് അവർ മടങ്ങിയെത്തും. സ്വാമി അപ്പോഴും മഠത്തിലുണ്ടാവുമെങ്കിലും അദ്ദേഹത്തെ ഹോസ്റ്റലിൽ എത്തിച്ചിരുന്ന മകനും ചെറുമകനും തീർത്ഥയാത്രയിലായതിനാൽ ആ ഒരാഴ്ചത്തേക്ക് സൗകര്യപൂർവ്വം അവധി പ്രഖ്യാപിച്ചതാണ്. ഇക്കാര്യങ്ങളൊക്കെ കാലക്കുട്ടി സ്വാമി ടീച്ചറെ അറിയിച്ചിരുന്നതുമാണ്. സ്വാമിയുടെ മകനും കുടുംബവും തിരിച്ചെത്തിയാലുടൻ അദ്ദേഹം ക്ലാസ്സിൽ വരുമെന്ന് അറിയിച്ചിരുന്നതാണല്ലോ. വസന്തകുമാരി ആരാഞ്ഞു. പിന്നെ എന്താ ഹരിതയ്ക്ക് സംശയം? അതിനിടയിലല്ലേ ടീച്ചർ ഭാവയെ കാണാതായത്? പാട്ടപ്പൂപ്പന് ഭാവയെ ജീവനായിരുന്നു. ഭാവയില്ലാത്തതുകൊണ്ട് അപ്പൂപ്പൻ ഇനി ക്ലാസ്സിന് വരുമോ എന്നാ പാട്ട് ക്ലാസ്സിലെ കുട്ടികളുടെ സംശയം. ഭാവയെ കാണാതായതിൽ നിങ്ങൾക്കാർക്കും വിഷമമില്ലേ? അയ്യോ, ഹരിത കണ്ണു തിരുമ്പി. ഇന്ന് ക്ലാസ്സിലിരുന്ന് പോലും ഞങ്ങൾ എല്ലാവരും കരയുകയായിരുന്നു ടീച്ചർ. ഭാവയില്ലാതെ ഇനി പാട്ട് ക്ലാസ്സിൽ വരുന്നില്ലെന്ന ശ്യാമയും റോമയും ഒക്കെ പറയുന്നത്. അതിന് ഭാവ തിരിച്ചു വരും കുട്ടി. ഒരു സാധാരണ കുട്ടിയല്ല അവൾ. ഒരു ഉന്നത കുടുംബത്തിൽ പിറന്നവൾ, ജനിച്ചവളാ. അന്വേഷണ കാര്യത്തിൽ പോലീസിന് നിറഞ്ഞ ജാഗ്രതയുണ്ട്. എങ്ങനെ പോയാലും ഒരാഴ്ച. ഭാവയെ കാണാതെ പോയ കാര്യം പാട്ടപ്പൂപ്പൻ അറിഞ്ഞു കാണുമോ? അറിയാതെ പിന്നെ? മലയാളത്തിലെ ഇന്നിറങ്ങിയ എല്ലാ പത്രങ്ങളിലും ന്യൂസും ഫോട്ടോയും ഉണ്ടല്ലോ. അതിന് പാട്ടപ്പൂപ്പൻ മലയാളം വായിക്കാൻ അറിയുമോ? ആര് പറഞ്ഞു? വർത്തമാനത്തിൽ തമിഴ് ചുവയുണ്ടെങ്കിലും അദ്ദേഹം നന്നായി മലയാളം വായിക്കും. തഞ്ചാവൂരാണ് ജനിച്ചതെങ്കിലും പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരത്തുമെല്ലാം അദ്ദേഹത്തിന് ധാരാളം ബന്ധുക്കളുണ്ട്. ഭാവിക്ക് വേണ്ടി ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ടീച്ചർ. അവൾ ഒരിക്കലും സ്വമനസാലെ എങ്ങോട്ടും പോവില്ല. ആരോ ട്രാപ്പിലാക്കി കൊണ്ടുപോയതാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി അവൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഭാവ മടങ്ങി വരാതെ പാട്ടപ്പൂപ്പൻ ഇനി ക്ലാസ്സിന് വരില്ലെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. അവൾ മുറി വിട്ടുപോയി. പത്രത്തിൽ വായിച്ചാലും ഭാവിയുടെ തിരോധാനത്തെക്കുറിച്ച് സ്വാമിയെ ഒന്ന് അറിയിക്കേണ്ട കടമയുണ്ടെന്ന് വസന്തകുമാരിക്ക് ഉറപ്പായി. വന്ധ്യവയോധികനായ ആ സാധുവിന് അതൊരു നടുക്കമാവാം. ഭാവയാമിയുടെ സ്വരസൗന്ദര്യത്തെക്കുറിച്ചും സംഗീത അഭിരുചിയെക്കുറിച്ചും മുൻജന്മത്തിലെ സ്വായത്തമായ ജ്ഞാനത്തെക്കുറിച്ചുമൊക്കെ ഓരോ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴും അദ്ദേഹം വായത്തോരാതെ സംസാരിക്കാറുണ്ട്. സ്വാതിയുമായി ടീച്ചർ അക്കാര്യം ചർച്ച ചെയ്തു. ഫോണിൽ അറിയിക്കുന്നതല്ല ടീച്ചർ മര്യാദ, സ്വാതി പറഞ്ഞു. നമുക്ക് നാളെ മഠത്തിൽ ചെന്ന് അദ്ദേഹത്തെ നേരിൽ കാണാം. ചിലപ്പോൾ ആ നാവിൽ നിന്ന് ഭാവം നഷ്ടപ്പെട്ട വഴിയെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് സൂചന ലഭിച്ചുകൂടാന്നില്ല. ടീച്ചറിനും അത് ശരിയായി തോന്നി.
സ്വാതിയുടെ 2 വീലറിലാണ് രണ്ടുപേരും കൂടി മഠത്തിൻ്റെ ഗേറ്റിലെത്തിയത്. പഴയ ഗേറ്റിൻ്റെ ഓടാമ്പൽ തിരിയാൻ നന്നായി പ്രയത്നിക്കേണ്ടി വന്നു. അതിൻ്റെ ശബ്ദം കേട്ട് ഉമ്മറ വാതിൽ തുറന്ന് ചാല ചുറ്റിയ ഒരു മധ്യവയസ്ക തിണ്ണയിൽ പ്രത്യക്ഷയായി. സ്വാമിയുടെ ആയിരിക്കുമോ? സ്വാതി വസ്തുകുമാരിയുടെ കാതിൽ തിരക്കി. ഏയ്, സ്വാമിയുടെ ഭാര്യ 10 വർഷം മുമ്പ് മരിച്ചു. ആ അമ്മയുടെ ശ്രാദ്ധം ആചരിക്കാനാണ് മകനും കുടുംബവും രാമേശ്വരത്തിന് പോയിരിക്കുന്നത്. ഇത് ബന്ധുക്കളാരെങ്കിലും ആവും, ഇല്ലെങ്കിൽ സർവൻറ്റ്. ഒരു വിധത്തിൽ ഗേറ്റ് തുറന്ന് രണ്ടുപേരും കൂടി കോലം വരച്ച മുറ്റത്തെത്തിയപ്പോൾ തിണ്ണയിൽ നിന്ന അമ്മ വിറയ്ക്കുന്ന സ്വരത്തിൽ ശബ്ദം താഴ്ത്തി ആരാഞ്ഞു. യാരുങ്കേ? സ്വാമി പാട്ട് പഠിക്കാൻ വരുന്ന സ്കൂൾ ഹോസ്റ്റലിൽ നിന്നാ, ടീച്ചർ അറിയിച്ചു. ഉള്ളേ വാങ്കോ? അമ്മാൾ മുഖവാതിൽ മലർക്കെ തുറന്നു വെച്ചു. ബ്ലാക്ക് ഓക്സൈഡ് മിനുക്കി തുടച്ച് വൃത്തിയാക്കിയ തറയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വസന്തകുമാരി ടീച്ചർക്ക് കുളിര് കോരി. സമ്പന്നതയും ആഴുതയും പ്രകടമാകുന്ന ആ വലിയ വീട്ടിനുള്ളിൽ പുത്തൻ പരിഷ്കാരം തൊട്ടു തോണ്ടിയിട്ടില്ലെന്ന് സ്വാതിക്ക് മനസ്സിലായി. വാസനപ്പാക്കിൻ്റെയും മരിക്കൊഴുന്തിൻ്റെയും സുഗന്ധം മുറിയിൽ തങ്ങി നിന്നു. ഉക്കാരുങ്കോ? വിനയപൂർവ്വം അറിയിച്ചിട്ട് അമ്മാൾ അകത്തേക്ക് പോയി. പാവങ്ങളാണെങ്കിലും ഹൈലി കൾച്ചേർഡാ, കുഷ്യൻ സെറ്റിയിലിരുന്നു കൊണ്ട് സ്വാതി ടീച്ചറിനോട് പറഞ്ഞു. പാവങ്ങളൊന്നുമല്ല, ടീച്ചർ തിരുത്തി. വെരി റിച്ചാ, കണ്ടാൽ തോന്നില്ലെന്നേയുള്ളൂ. പഴയ തമിഴ് സിനിമയിലൊക്കെ പാടിയിട്ടുള്ള ആളാ സ്വാമി. അഭിനയിച്ചിട്ട് പോലും ഉണ്ടത്രേ. വയസ്സായെങ്കിലും മുഖത്തിനൊക്കെ എന്ത് ഭംഗിയാ. അപ്പോഴേക്കും ഒരു സ്റ്റീൽ ട്രേയിൽ 2 സ്റ്റീൽ ടംബ്ലറുകളുമായി അമ്മാൾ തിരിച്ചെത്തി അതിഥികളുടെ മുന്നിലെ ടീപ്പോയിൽ വെച്ചു. ടംബ്ലറുകളിൽ നിന്ന് ഉയർന്ന ആവി മുറിയിൽ നല്ല ബ്രൂഫ് കോഫിയുടെ സുഗന്ധം പരത്തി. സ്വാമിയെ കണ്ടിട്ട് മതിയായിരുന്നു ഞങ്ങൾക്ക് കാപ്പി, വസന്തകുമാരി പറഞ്ഞു. കണ്ടിട്ട് മടങ്ങാൻ തിടുക്കമുണ്ടായിരുന്നു. അപ്പോൾ ഇടനാഴിയുടെ തുടക്കത്തിൽ കാവ്യ ജുബ്ബ ധരിച്ച് മുടിയും താടിയുമായി സന്യാസി രൂപത്തിൽ തഞ്ചാവൂർ വൈദ്യനാഥ് ഭാഗവർ എത്തി. വന്നിട്ടാര്? അമ്മയാർ അദ്ദേഹത്തിൻ്റെ നേർക്ക് ചൂണ്ടി. സ്വാതി എഴുന്നേറ്റ് മുട്ടുകുത്തി ആ മുന്നിൽ നമസ്കരിച്ചു. ആദ്യം കാപ്പി ശാപ്പിടണം, സ്വാമി ചിരിച്ചു. അപ്പുറം സംസാരം മലയാള വാക്കാണ്. തമിഴിൽ അത് കറുത്തം ഭാര്യ എന്നും. 2 പേര് ഇരുന്ന് കാപ്പി കഴിക്കേ. സ്വാമി ഇരുന്നതും അമ്മയാർ അകത്തേക്ക് മാഞ്ഞു. കാപ്പി കഴിച്ച ശേഷമാണ് വസന്തകുമാരി ടീച്ചർ ചോദിച്ചത്. സ്വാമി ഇന്നലത്തെ പത്രങ്ങൾ വായിച്ചു കാണുമല്ലോ. മലയാള പത്രമാണെങ്കിൽ ഇല്ല. ഇവിടെ പതിവായി മലയാളവും ഇംഗ്ലീഷും തമിഴും വരുത്താറുണ്ട്. വല്ലപ്പോഴുമേ ഞാൻ മലയാള പത്രം നോക്കൂ. തമിഴ് പതിവായി വായിക്കും. കണ്ണിന് മൂടലുള്ളതുകൊണ്ട് ഹെഡ്ലൈൻസേ വായിക്കൂ. മകൻ വെങ്കിട്ട് 3ഉം അരിച്ചു പെറുക്കി വായിക്കും. കുട്ടികൾ ഇംഗ്ലീഷ് മാത്രവും. എന്തേ ഇന്നലത്തെ പത്രം വായിച്ചോന്ന് ടീച്ചർ ചോദിച്ചത്? മിഞ്ഞാന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് നമ്മുടെ ബാവയാമി തിരിച്ച് ഹോസ്റ്റലിലെത്തിയില്ല. ടൗൺ മൊത്തം പോലീസ് തപ്പി. ബാവയുടെ അച്ഛൻ അന്വേഷണത്തിനിടയിൽ ആക്സിഡൻറ്റിൽപ്പെട്ട് വെന്റിലേറ്ററിലായി. കുട്ടിയെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിക്കാതെ ഞങ്ങളെല്ലാം തീ തിന്ന് കഴിയുക. കടവുളേ, വെങ്കടാചലപതി. ഇരുന്ന ഇരിപ്പിൽ കരഞ്ഞുകൊണ്ട് സ്വാമി സെറ്റിയുടെ പിന്നിലേക്ക് മലർന്നു. നെറ്റി നിറയെ വിയർപ്പ് കുമിളകൾ പരന്നു. അദ്ദേഹം ബോധരഹിതനായെന്നാണ് ടീച്ചർക്കും സ്വാതിക്കും തോന്നിയത്. അമ്മാളെ, വസന്തകുമാരി ടീച്ചർ എഴുന്നേറ്റ് അകത്തേക്ക് നോക്കി വിളിച്ചു. സ്വാമിക്ക് പെട്ടെന്ന് ഒരു ബോധക്കേട് പോലെ. ഒന്നോടി വരുമോ? പിന്നെ സ്വാതിയെ നോക്കി അറിയിച്ചു. ഒരു ഞെട്ടൽ പ്രതീക്ഷിച്ചതാ. സ്വാമിക്ക് ബാവയമ്മയെ ജീവനായിരുന്നു. എന്നാലും ബോധക്കേടുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. പെട്ടെന്ന് എന്നാ അച്ഛ് എന്ന് ചോദിച്ചുകൊണ്ട് ചേല ചുറ്റിയ അമ്മയാർ മുറിയിലേക്ക് ഓടി വന്നു. പിന്നെ സ്വാമിയുടെ അരികിലെത്തി വിളിച്ചു. അണ്ണാ, എന്നാ അച്ഛ്? വൈദ്യനാഥ സ്വാമിയിൽ യാതൊരു അനക്കവും ഉണ്ടായില്ല. അയ്യയ്യോ! ഭയപ്പാടിൽ ആ സ്ത്രീ ചുണ്ടത്ത് കൈത്തലം കൊണ്ട് തല്ലി. പിന്നെ മുകളിലേക്ക് നോക്കി വിളിച്ചു. അഭിരാമി, അപ്പോൾ അവൾക്ക് ഉടമ്പ് ശരിയല്ലേ? തുടർന്ന് അവർ തന്നെ ഓടിപ്പോയി ഒരു സ്റ്റീൽ ജഗ്ഗിൽ വെള്ളം കൊണ്ടുവന്ന് സ്വാമിയുടെ മുഖത്ത് തെളിച്ചു. അതോടെ സ്വാമി ഞെട്ടലിൽ മിഴികൾ തുറന്നു. കണ്ണു തിരുമ്മി നിവർന്നിരുന്നു. അപ്പോഴേക്ക് മുകളിൽ നിന്ന് പഴയതരം മരക്കോവണി ഇറങ്ങി എടുത്തു പറയത്തക്ക വിധം സുന്ദരിയായ ഒരു യുവതിയും മുറിയിലെത്തി. അവളുടെ പട്ടുസാരിയും കാതിലെ വലിയ തരം ജിമിക്കുകളും തമിഴ് ശൈലിയിലുള്ള പൂച്ചൂടിയ മുടിപ്പിഞ്ഞലുമൊക്കെ സ്വാതിയിൽ പുച്ഛമുണ്ടാക്കി. അപ്പാ, യുവതി സ്നേഹപൂർവ്വം അരികിലെത്തി സ്വാമിയെ വിളിച്ചു. എന്നാപ്പാ? ഒന്നുമില്ലേ കൊഴുതേ, സ്വാമി പുഞ്ചിരിച്ചു. എന്നിട്ട് മകളെ വസന്തകുമാരി ടീച്ചർക്കും സ്വാതിക്കും പരിചയപ്പെടുത്തി. ടീച്ചർ, ഇതിൻ്റെ മകൾ അഭിരാമി. എൻ്റെ 5 മക്കളിൽ ഏറ്റവും ഇളയവൾ. ചെന്നൈയിലാണ് താമസമെങ്കിലും നന്നായി മലയാളം സംസാരിക്കും. എറണാകുളത്തും തിരുവനന്തപുരത്തും പാൽക്കാട്ടുമെല്ലാം മാറി മാറി താമസിച്ച് മ്യൂസിക് പഠിച്ചിരിക്ക്. ഇവൾക്ക് ജീവിതമേ സംഗീതമാണ്. അഭിരാമി അതിഥികളുടെ നേർക്ക് കൈകൾ കൂപ്പി. ടീച്ചറും സ്വാതിയും തിരിച്ചും തൊഴുതു. അതോടെ സ്വാമി ചേല ചുറ്റിയ മധ്യവയസ്കയെ ചൂണ്ടി. ഇവൾ എൻ്റെ ചിന്ന തങ്കെ, കുമുദം, സ്റ്റിൽ അൺമാരീഡ്. അഭിരാമിയോടൊപ്പം ഇപ്പോൾ ചെന്നൈയിലെ താമസം. വെങ്കടും കുടുംബവും രാമേശ്വരത്തിന് പോയപ്പോൾ ഞാൻ തനിച്ചാവാതിരിക്കാൻ വേണ്ടിയാ ഒരാഴ്ച ലീവെടുത്ത് അഭിരാമി കുമുദം മാമിയെ കൂട്ടി ഇവിടേക്ക് വന്നത്. വെങ്കട്ടും ഫാമിലിയും എത്തിയാലുടൻ ഇവൾ ചെന്നൈക്ക് മടങ്ങും. ബാബുക്കുട്ടിയെക്കുറിച്ച് കേട്ട് ഞാൻ ഷോക്കഡായി. അവൾ ശരിക്കും എനിക്ക് പേരക്കുട്ടി മാതിരി. പോലീസ് അന്വേഷിക്കുന്നില്ലേ? ഓ സ്വാമി, ടീച്ചർ പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല.
വിവരം അപ്പം എന്നെ അറിയിക്കണം. എൻ്റെ വെങ്കിട്ട് ക്രിമിനൽ ലോയറാ. പോലീസ് നല്ല പിടിയാ. അവൻ വന്നാലുടൻ ഞാൻ പറയാം. പിന്നെ മകളുടെ നേർക്ക് കൈനീട്ടി. അഭിരാമി ആ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം ടീച്ചറെയും സ്വാതിയെയും തൊഴുതു. എനിക്ക് കിടക്കണം, വല്ലാത്ത ക്ഷീണം. ശരി, വസന്തകുമാരിയും തൊഴുതു. ഞങ്ങൾ ഇടയ്ക്കിടെ വരാം. ഭാവിയിൽ എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ അറിയിക്കുകയും ചെയ്യാം. രണ്ടുപേരും പുറത്തേക്ക് നടന്നു. അവർ വാതിൽ കടന്നതും വൈദ്യനാഥ ഭാഗവരുടെ മുഖം മാറി. അദ്ദേഹം മകളെ നോക്കി. ഭാവിക്ക് എന്ത് പറ്റിയാ ബി? ചൊല്ലുങ്കോ. എങ്കിട്ട് ചൊല്ലമ്മാ. അപ്പോൾ അത് അഭിരാമി കരയാൻ തുടങ്ങി. വേണ്ട, നീ കരഞ്ഞിട്ടൊരു കാര്യവുമില്ല. തപ്പ് ചെഞ്ചത് ഞാനാ. നിൻ്റെ മകളുടെ അതേ മുഖമുള്ള ഒരു കുഴന്തയ്ക്ക് പാട്ട് ചൊല്ലിക്കൊടുക്കണ കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് നിന്നെ ആശിപ്പിക്കാൻ പാടില്ലായിരുന്നു. ആന, ഉനക്ക് അതൊരു ആശ്വാസമാവുമെന്ന് ഞാൻ നനച്ചേ. ഒരു നോക്ക് ആ മുഖമൊന്ന് കാണിച്ചു തരണമെന്ന് നീ കെഞ്ചി കേട്ടതുകൊണ്ട് മാത്രമാണ് വെങ്കട്ട് രാമശാരം പോന്ന പുറക് പിന്നെ ഞാൻ കൂപ്പിട്ടതും സ്കൂൾ വിട്ടു വന്ന കുട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തന്നതും. ഒരു നോക്ക് കണ്ടാൽ മാത്രം മതിയെന്ന് നീ എനിക്ക് വാക്ക് തന്നിരുന്നു. ഒരു നോക്ക് കണ്ടതും ആ തുക്ക് കൊണ്ടുപോകണമെന്ന് നിനക്ക് വാശിയായി. അപ്പോൾ കണ്ടില്ലേ ആ മുഖം? അവൾ വിതുമ്പി. രാഘവിയുടെ അതേ മുഖം. കുറച്ചു നേരം അവളെ ചേർത്ത് പിടിക്കണമെന്ന് എനിക്ക് കൊതിയായി അപ്പാ. എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ആഹാരം അവൾക്ക് കൊടുക്കണമെന്ന് ആശയായി അപ്പാ. രാഘവിക്ക് മൈസൂർ പാവ് ரொம்ப ഇഷ്ടം. ഭാവയ്ക്കും അതിഷ്ടമെന്ന് അറിഞ്ഞതും അവളെനിക്ക് രാഘവി ആയി മാറിയപ്പാ. ഓക്കെ, സ്വാമി തലയാട്ടി. അത്തനെയും ഓക്കെ. 6-ന് കുട്ടിയെ തിരികെ ഹോസ്റ്റലിൽ എത്തിക്കണമെന്ന് നിൻ്റെ അടുത്ത് ഞാൻ ചൊല്ലിയോ? ഓട്ടോയും വരുത്തി തന്നില്ലേ? എന്നിട്ട് നീ ആ കുട്ടിയെ എവിടേക്ക് കളഞ്ഞു? കുട്ടിയെ ഹോസ്റ്റലിൽ കൊണ്ട് ചെന്ന് വാർഡിനെ ഏൽപ്പിച്ചെന്ന് നീ ചെന്നത് പോയി ചൊല്ലവാ. അന്ത കുഴന്തെങ്കെ എങ്കിട്ട് ചൊല്ലിത്താന വേണം. അപ്പോൾ ഞാൻ അഭിരാമിക്ക് ബാക്കി പറയാനായില്ല. കുട്ടിയെ കാണാതെ അവളുടെ അച്ഛൻ ആക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലായെന്നാ അന്ത വാർഡൻ ടീച്ചർ പറഞ്ഞത്. കുട്ടി എവിടെ മോളെ? നീ അവളെ എവിടെ ഒളിപ്പിച്ചു? സ്വന്തം കുട്ടി നഷ്ടപ്പെട്ട സങ്കടം 1 വർഷം അനുഭവിച്ചോളാം നീ. അതേ അവസ്ഥ മറ്റുള്ളവർക്ക് വരുത്തരുത്. കുട്ടിയെയും കൊണ്ട് ഞാൻ അവൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ചെന്നതാണപ്പോൾ. അപ്പുറം ഓട്ടോ ഹോസ്റ്റലിൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ അകത്ത് ഒരു പോലീസ് ജീപ്പ്, ചുറ്റും പോലീസുകാരും. എന്നിട്ട് പേടിച്ചിട്ട് ഞാൻ ഓട്ടോ തിരുപ്പി വിട്ടാങ്ക കുട്ടിയെ. എന്നിട്ട് എവിടെ കളഞ്ഞു? ഞങ്ങളിവിടെ എത്തുമ്പം അപ്പം പൂജാമുറിയിലായിരുന്നു. അപ്പം അറിയാതെ ഞാൻ അവളെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോന്നു. വൈദ്യനാഥ സ്വാമിയിൽ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. അദ്ദേഹം അനിയത്തി കുമുദത്തിൻ്റെ നേർക്കു തിരിഞ്ഞു. അപ്പോൾ ബാവയാമേ മുകളിലെ മുറിയിലുണ്ടോ കുമുദം? നീ പോലും എങ്ങിട്ട് ചൊല്ലലിയേ? തിട്ടെന്ന് ഭയന്നിട്ടാണാ? കുമുദം കണ്ണീരിൽ തൊഴുതു. എങ്കിട്ട് മഞ്ഞിക്കണം. ഈ ഒരു വർഷത്തിനിടയിൽ നമ്മ അബി ചിരിച്ചു കണ്ടത് ഈ ഒരു 2 ദിവസം അണ്ണാ. ഈ ഒരു വർഷത്തിനിടയിൽ അവൾ പാടിക്കേട്ടതും ഈ 2 ദിവസം മട്ടും താൻ. അണ്ണങ്കിട്ട് ചൊല്ലി അവളെ കരയിക്കണ്ടെന്ന് നനച്ച്. ആന, അന്ത കുഴന്തയുടെ അപ്പാവുമാവും ആഴമാട്ടങ്ങളാ കുമുദം. കുമുദം നെഞ്ചിൽ കൈവച്ചു. എനിക്കത് തരികയില്ല അണ്ണ. അതോടെ സ്വാമി മകളെ നോക്കി. ഭാവയാമിയെ വിളിച്ചോണ്ട് വരൂ. അവളെ ഇവിടുന്ന് പോലീസ് കണ്ടുപിടിച്ചാൽ ഈ 80-ാം വയസ്സിൽ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയെന്നതിന് എൻ്റെ കയ്യിൽ ആമം വീഴുമേ. നിൻ്റെ അണ്ണൻ പെരിയ ക്രിമിനൽ ലോയർ. അവൻ്റെ പേരും അതോടെ കെട്ടുപോയിടുമേ. അപ്പാ, അഭിരാമി മുഖം പൊത്തി പിടിച്ചു. കുഴന്തയെ എங்கே കൊണ്ടുവാടി? സ്വാമിയുടെ ഒച്ച ഉയർന്നു. ശീഘ്രം. അഭിരാമി തിരിഞ്ഞ് മരക്കോവണിയുടെ നേർക്ക് നടന്നു. കടവുളെ. സ്വാമി നെഞ്ചിൽ കൈ കൊണ്ട് തടവി. കാപ്പാത്തുങ്കോ. അദ്ദേഹം പഴയപടി സെറ്റിയിലിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞതോ അഭിരാമി അമ്മുവിൻ്റെ കൈ പിടിച്ച് മുകളിൽ നിന്ന് പടികളിറങ്ങി വന്നു. അഭിരാമിയുടെ പിന്നിലായി ഒളിച്ചൊളിച്ച് നടന്നാണ് കുട്ടി സ്വാമിയുടെ മുന്നിലെത്തിയത്. ബാവമ്മ. വിശ്വസിക്കാൻ കഴിയാതെ അമ്മുവിനെ അടിമുടി നോക്കിക്കൊണ്ട് അദ്ദേഹം വിളിച്ചു. നിന്നെ ഞാൻ അന്ന് സന്ധ്യയ്ക്ക് ഈ ആൻറ്റിയോടൊപ്പം തിരികെ ഒരു ഓട്ടോയിൽ ഹോസ്റ്റലിലേക്ക് അയച്ചതല്ലേ? നീ എന്തുകൊണ്ടാ ഹോസ്റ്റലിലേക്ക് പോവാഞ്ഞത്? എന്തിനാ തിരികെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്? കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. സഹായത്തിനെന്നോണം അവൾ അഭിരാമിയെ നോക്കി. അപ്പാ, ഞങ്ങൾ തിരിച്ചു പോരാനുള്ള കാരണം ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. നോ. സ്വാമി മുഖം കുടഞ്ഞു. നീ പറയണ്ട. രാഘവിയുടെ ഓർമ്മയിൽ നീ നാടകം കളിച്ചതാണെന്ന് എനിക്കറിയണം. കുട്ടി പറയട്ടെ. ബാവമ്മ, നീ ചൊല്ലുങ്ക. അത് ഞാൻ. അമ്മു വീണ്ടും അഭിരാമിയെ നോക്കി. അന്തമ്മാവേ, നോക്കക്കൂടാതെ കുഴന്തേ. എനിക്കുള്ള ബദൽ നീ ചൊല്ല വേണം. ബദലെന്ന് പറഞ്ഞാൽ നിൻ്റെ മറുപടി. എന്തുകൊണ്ടാണ് ഹോസ്റ്റലിലേക്ക് അയച്ചിട്ട് മോൾ തിരിച്ചു വന്നത്? ഹോസ്റ്റലിൻ്റെ ഗേറ്റിനടുത്ത് പോലീസ് വണ്ടി ഉണ്ടായിരുന്നു പാട്ടപ്പൂപ്പ. കുറേ പോലീസുകാരും. അത് കണ്ടപ്പം എനിക്കും അമ്മയ്ക്ക് പേടിയായി. അമ്മാവാ. അതാര്? അമ്മു അഭിരാമിയെ ചൂണ്ടി. ഇത് നിൻ്റെ അമ്മാവാ. അമ്മ എന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ആര്? അമ്മ വീണ്ടും അഭിരാമിയെ ചൂണ്ടി. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ സ്വന്തം അമ്മയെ മറന്ന് എവിടെയെങ്കിലുമൊക്കെ കാണുന്നവരോടൊപ്പം പോരുന്നത് ശരിയാണോ? മോളെ കാണാതെ സ്വന്തം അമ്മയും അച്ഛനെ എത്ര വിഷമിക്കുന്നുണ്ടാവും. ഇവൾക്കും 1 വർഷം മുമ്പ് ഇവളുടെ മകൾ നഷ്ടപ്പെട്ടതാണ്. യൂണിഫോമിൽ സ്കൂളിലേക്ക് അയച്ചതാ ഇവൾ.
സ്കൂൾ ബസ് പിടിക്കാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേ എതിരിൽ നിന്ന് പാഞ്ഞു വന്ന ഒരു കാറ് ഇവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ. അതേപ്പറ്റി ചൊല്ലാതിങ്കപ്പ, അഭിരാമി ഉറക്കെ കരഞ്ഞു. അതേപ്പറ്റി ജ്ഞാപകം വരുതാ? നീ മറ്റൊരു തിരക്കുട്ടിയെ തിരുടിക്കൊണ്ട് പോരുമോ കുട്ടി? ഞാൻ തിരുടിയല്ലപ്പാ, നിജം. ബാവയോട് തന്നെ കേളുങ്ക. ആ, ബാവ തന്നെ പറയട്ടെ. സ്വാമി കുട്ടിയെ നോക്കി. ഹോസ്റ്റലിലെത്തിയപ്പോൾ പോലീസിനെ കണ്ടു. അപ്പോൾ നീയാണോ പറഞ്ഞത് തിരിച്ചു പോരാമെന്ന്? അതോ ഈ ആൻറ്റിയോ? ഞാനാ പറഞ്ഞേ പാട്ടപ്പൂപ്പ. പോലീസിനെ എനിക്ക് പേടിയാ. സിൻഡ്രല്ല ആൻറ്റിയെ കാണാതെ പോയപ്പോഴും പോലീസ് ഹോസ്റ്റലിൽ വന്നിരുന്നു. കണ്ണിരുട്ടിക്കൊണ്ട് അവർ എൻ്റെ അടുത്ത് അതും ഇതൊക്കെ ചോദിച്ചു. അച്ഛൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് മിസ്സുമാർ പറഞ്ഞതുകൊണ്ട് കരഞ്ഞതല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ല. അഭിരാമി അമ്മയുടെ പേരിലും പോലീസ് കേസെടുക്കണ്ടെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു പോരാമെന്ന് ഞാൻ പറഞ്ഞേ. ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന സ്ഥിതിക്ക് നീ എങ്ങനെയാ കുട്ടി നിൻ്റെ അച്ഛനെയും അമ്മയെയും ഇനി കാണുന്നത്? പോലീസിൻ്റെ അന്വേഷണമൊക്കെ തീർന്നിട്ട് ഒരു ദിവസം ചെന്ന് കാണാലോ. അതുവരെ നിൻ്റെ അമ്മ പെറ്റമ്മയുടെ നെഞ്ചിൽ ആദ്യം നിനക്കറിയില്ല. അച്ഛൻ എന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോരുമ്പോഴും എൻ്റെ അമ്മ കരഞ്ഞൊന്നുമില്ല പാട്ടപ്പൂപ്പ. എന്നെ വഴക്ക് പറഞ്ഞാൽ വിട്ടത്. ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവിടെ വന്നിട്ടും അമ്മ എന്നെ വീട്ടിലേക്ക് വിളിച്ചില്ല. അച്ഛൻ മാത്രമുള്ള വീട്ടിൽ താമസിച്ചാൽ എന്നെ തനിച്ചാക്കി അച്ഛന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലും പെണ്ണുങ്ങളുള്ള വീട്ടിൽ താമസിക്കാനാണ് എനിക്കിഷ്ടം. ഞാനും ഒരു പെണ്ണല്ലേ. അഭിരാമിയുടെ പട്ടുസാരിയുടെ മുന്താണിയിൽ അമ്മ മുഖം മറച്ചു പിടിച്ചു. സ്വാമി അത്ഭുതത്തിൽ മകളെയും അനിയത്തി കുമുദത്തെയും മാറി മാറി നോക്കി. കേട്ടോ നിങ്ങൾ, പെണ്ണായി ജനിച്ചവരുടെ ബേസിക് നേച്ചറാ കുട്ടി പ്രകടമാക്കിയത്. അച്ഛൻ എത്രമേൽ സ്നേഹിച്ചാലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു പെണ്ണിൻ്റെയെങ്കിലും സമ്പർക്കം ആവശ്യമാണ്. അവളെ പെണ്ണാക്കി മാറ്റുന്നത് മറ്റ് പെണ്ണുങ്ങളുടെ ഇടപെടല. ഒരു പെണ്ണ് എന്താണെന്ന് മനസ്സിലാക്കാനും പെണ്ണുങ്ങളുമായി പരിശീലിച്ചാലേ പറ്റൂ. ഇതാണ് ബാവയുടെ അച്ഛൻ ഡോക്ടർക്ക് പറ്റിയ അമളി. പെണ്ണുങ്ങളുമായി സമ്പർക്കം ഉണ്ടാവാൻ പെൺകുട്ടികളെ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചിട്ടും കാര്യമില്ല അപ്പാ, അഭിരാമി പറഞ്ഞു. ഒരമ്മയുടെ സ്നേഹം അനുഭവിച്ച പെൺകുട്ടികൾ വളരേണ്ടത്. ഈ ചെറിയ സമയം കൊണ്ട് ഭാവിക്ക് എന്നെ ജീവനായി. എന്നെ പോലീസ് പിടിക്കുമെന്ന് ഭയന്ന ബാവമോൾ മുകളിലെ മുറിയിൽ ഒളിച്ചു കഴിഞ്ഞത്. അവൾക്കിനി തിരികെ ഹോസ്റ്റലിലേക്ക് പോകണ്ടെന്നാണ് പറയണത്. നിനക്ക് പഠിക്കേണ്ട ഭാവമാ? വേണ്ട, ഞാൻ അഭിരാമിയുടെ അടുത്ത് നിന്ന് പാട്ട് പഠിച്ചോളാം. ഞാൻ പാട്ടുകാരിയായാൽ എൻ്റെ മുന്നിൽ മറ്റൊരു കുട്ടിയുണ്ടാവില്ലെന്ന് പാട്ടപ്പൂപ്പൻ പറഞ്ഞില്ലേ? സ്വാമി ഒന്ന് കുഴങ്ങി. പിന്നെ ചോദിച്ചു, പക്ഷേ മോളെ നിൻ്റെ അച്ഛൻ? പെട്ടെന്ന് അഭിരാമി ചുണ്ടിൽ വിരൽ ചേർത്ത് ഒന്നും പറയരുതേ എന്ന് അച്ഛനെ ആംഗ്യത്തിൽ അറിയിച്ചു. ഞാൻ പാട്ടുകാരിയാവുന്നത് അച്ഛന് ഇഷ്ടം പാട്ടപ്പൂപ്പ. അച്ഛമ്മയുടെ സംഗീതവാസനയാണ് എനിക്ക് കിട്ടിയതെന്ന് അച്ഛൻ പറയാറുണ്ട്. അച്ഛമ്മയ്ക്ക് പാട്ടുകാരിയാവാനായില്ല. ഞാനൊരു പേരുള്ള പാട്ടുകാരിയാവുമ്പം അച്ഛന് സന്തോഷമാവും പാട്ടപ്പൂപ്പ. മോളെ മുകളിലേക്ക് പോയിക്കോളൂ. പാട്ടപ്പൂപ്പന് നിൻ്റെ അഭിരാമി അമ്മയോട് സംസാരിക്കാനുണ്ട്. വാ മാമി. അമ്മ കുമുദത്തിൻ്റെ കൈ പിടിച്ചു. നമുക്ക് മോളിൽ പോവാം. മാമിയല്ല മോളെ, കുമുദം തിരുത്തി. പാട്ടിന്ന് വിളിച്ചാൽ മതി. എന്നെ വയസ്സായതല്ലേ ഞാൻ. അമ്മുവാണ് കൈപ്പിടിച്ച് അവരെ പടിക്കെട്ടുകൾ കയറ്റിയത്. കുട്ടി മുകളിലേക്ക് പോയതും സ്വാമി മകളോട് പറഞ്ഞു, ഡോക്ടർ ബാലഗോപാൽ കോമയിലാണ് അബി. ആ കുട്ടിയെ നമ്മളിവിടെ പിടിച്ചു വെച്ചാൽ നമ്മുടെ നെറുകയിൽ ശാപം വീഴുമുടി. ആ ഡോക്ടറുടെ അവസ്ഥ ഞാൻ പത്രത്തിൽ വായിച്ചു അപ്പാവേ. പക്ഷേ ബാവ അതറിഞ്ഞാൽ തകർന്നു പോവും. അമ്മാവേക്കാൾ അവൾക്കിഷ്ടം അച്ഛനെയാ. പക്ഷേ ഈ 2 നാൾ കൊണ്ട് അവൾ എൻ്റെ ജീവൻ്റെ ഭാഗമായി പോയപ്പോൾ നമ്മൾ അവളെ ഒളിപ്പിച്ചു വച്ചതറിഞ്ഞാൽ അത് പോലീസ് കേസാവും. അപ്പാവുക്ക് മാത്രമല്ല അണ്ണനുക്കും. അത് കെട്ട പേരുണ്ടാക്കും അപ്പ. അണ്ണൻ വന്ന ശേഷം നമുക്ക് ഒരു തീരുമാനമെടുക്കാം. അതിനിടയിൽ ആ ഡോക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കറിയില്ലപ്പാ. ഞാൻ നിറയെ വഴിപാട് നടന്നിർക്ക്. പകലും രാവും ഗായത്രി ജപിക്കുന്നുണ്ട്. അപ്പ ഭാവിയുടെ മുഖം കണ്ടില്ലേ? അപ്പ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നനച്ചതേയില്ല. ഇവൾ നമ്മ രാഘവി തന്നെ. ഇവളെ ഇനി പിരിഞ്ഞാൽ എനിക്ക് പൈത്യമായിടും അപ്പ. ശരി, വെങ്ങട്ട് വരട്ടും, സ്വാമി പറഞ്ഞ് അവസാനിപ്പിച്ചു. രാത്രി അദ്ദേഹം മകനെ വിളിച്ചു. വെങ്കി, നീ എപ്പോൾ വരുവാടാ? നാളെ കാലയിൽ. എന്നാ അപ്പ? ഏതാവത് പ്രശ്നം ഇരിക്കാ? ഒരു ചിന്ന വിഷയം. നീ വന്ന പിറகு ചൊല്ലറാം. നമ്മ അഭിയപ്പടി സൗഖ്യമായിരിക്കാ? ആമാടാ, കാലേ പാക്കല. സ്വാമി കാൾ മുറിച്ചു. എന്തോ പ്രശ്നമുണ്ടെന്ന് വെങ്കിട്ടിന് മനസ്സിലായി. ഇല്ലെങ്കിൽ അപ്പ വിളിക്കില്ല. ഭാര്യ രഞ്ജിനിക്ക് പാലക്കാടുള്ള ബാമിയുടെ മഠത്തിൽ കയറി ഒരു രാത്രി തങ്ങണമെന്ന ആഗ്രഹം അയാൾ തിരസ്കരിച്ചു. രാവിലെ 8-ന് തന്നെ വെങ്കിട്ടരാമൻ മഠത്തിലെത്തി. കുളിച്ചു വന്നയുടൻ സ്വാമി എല്ലാം മകനെ അറിയിച്ചു. വെങ്കി അനിയത്തിയെ ശാസിച്ചു. പെരിയ കുറ്റമായി പോയി അബി നീ ചെയ്തത്. ഹോസ്റ്റലിൽ പോലീസ് ഉണ്ടായിരുന്നെങ്കിലും നീ കുട്ടിയെ അവിടെ ഏൽപ്പിച്ചിട്ട് പോരണമായിരുന്നു. ഈ വീട്ടിൽ നിന്ന് പോലീസ് അവളെ കണ്ടുപിടിച്ചുള്ള അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കുമോളെ. നാളെ ചെന്നൈ മെയിലിന് ഞാൻ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാം അണ്ണാ. അതിന് കുട്ടി സമ്മതിക്കണ്ടേ? എന്നേക്കാൾ ആഗ്രഹം ഭാവയ്ക്കാണ്ണ. എന്നെ പിരിയാൻ വയ്യെന്നാ അവൾ പറയുന്നത്. കടവുൾ എനിക്ക് തന്നതാ അണ്ണ അവളെ. എൻ്റെ രാഘവിയെ കൊണ്ടുപോകുന്നതിന് ബദലാ. രാമേശ്വരത്ത് വെച്ച് കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത ഞാൻ പത്രത്തിൽ വായിച്ചു. ഫേസ്ബുക്കിൽ വന്ന പടം
ഗോവിന്ദ് ലാപ്ടോപ്പിൽ എന്നെ കാണിച്ചും തന്നു. നമ്മ രാഘവിയുടെ മുഖമുള്ള കുട്ടി എന്നതായിരുന്നു ഞങ്ങളുടെ വിഷമം. പക്ഷേ ഇവൾ നിന്റെ കസ്റ്റഡിയിലാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. കണ്ടുപിടിക്കപ്പെട്ട ശിക്ഷ ഉറപ്പാ. ആ ഡോക്ടേഴ്സ് നമ്മളെ വെറുതെ വിടില്ല. വയസ്സായ നമ്മ അപ്പ പോലും ലോക്കപ്പിലാകും. വേണമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കൊണ്ടുപോയിക്കളാമെന്നാ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ചെന്നൈ മെയിലിനല്ല, അടുത്ത ചെന്നൈ ഫ്ലൈറ്റിൽ 3 ടിക്കറ്റ് സംഘടിപ്പിക്കാൻ ഞാൻ നോക്കട്ടെ. അത് തപ്പല്ലവ വെങ്കി സ്വാമി തിരക്കി. നമ്മ രാഘവിയെ അബിയിൽ നിന്ന് കൊണ്ടുപോയത് കടവുൾ സെഞ്ച് തപ്പല്ലവ അപ്പാ. രാഘവിയുടെ അതേ മുഖമുള്ളൊരു കുട്ടിയെ നമുക്ക് കാണിച്ചു തന്നതും ദൈവം ചെയ്ത തെറ്റല്ലേ അപ്പാ. ആ അത്ഭുത വാർത്ത ഈ അബിയെ അറിയിച്ചത് അപ്പ ചെയ്ത തെറ്റല്ലേ അപ്പാ. സ്വാമിയുടെ മുഖം താണു. ഡോക്ടർ ഉമാ മഹേശ്വരിയെ എനിക്കറിയാം. മിടുക്കിയായ ഡോക്ടറാണ് അവർ. പക്ഷേ ആൾ ശരിയല്ല. ലിവിങ് ടുഗർ എന്ന വൃത്തികെട്ട ഏർപ്പാടിൽ ഒരു സഹപ്രവർത്തകൻ്റെ ഒപ്പം താമസിച്ചിട്ട് 2 കുട്ടികളായപ്പം തെറ്റിദ്ധാരണയുടെ പേരിൽ അയാളെ പുറന്തള്ളി. ഹോസ്പിറ്റലിൽ പോകാനുള്ള സൗകര്യത്തിന് അച്ഛൻ ഈ 9കാരിയെ ഹോസ്റ്റലിലാക്കി. ആഴ്ചയിൽ 6 ദിവസം ഹോസ്റ്റലിൽ കഴിഞ്ഞാലും ഒരു ദിവസം അമ്മയുടെ സ്നേഹം നുകരേണ്ട ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി. ആ സ്നേഹം കൊടുക്കാൻ എൻ്റെ അഭിരാമിക്ക് കഴിയും. അവളെടുത്തോട്ടെ ഈ കുരുന്നിന്. ഇത് ദൈവത്തിൻ്റെ നീതിയാ. അമ്മുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു വെങ്കിട്ട്. ഇനി മോൾ ഭാവയാമിയല്ല, ഞങ്ങളുടെ രാഘവിയ. രാഘവിക്ക് ഈ അമ്മയോടൊപ്പം പോകാൻ ഇഷ്ടമാണോ? കുട്ടി മെല്ലെ തലയാട്ടി. അന്ന് തന്നെ വെങ്കിട്ടരാമണ്ണും കുടുംബവും ചെന്നൈ ഫ്ലൈറ്റിന് അഭിരാമിയെയും കുമുദമാമിയെയും അമ്മുവിനെയും യാത്ര അയച്ചു. തിരികെ അവർ മഠത്തിനെത്തിയപ്പോൾ പൂമുഖത്തെ ചാരുകസേരയിൽ കിടന്നിരുന്ന പാട്ടപ്പൂപ്പിന് അനക്കമില്ല. കഥ തുടരും.